Hi guys, welcome back to my YouTube channel. So നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ക്ലോറാംഫെനിക്കോൾ ആണ്. ഇതിന് മുമ്പത്തെ വീഡിയോ ടെട്രാസൈക്കിൾ ആയിരുന്നു. ടെട്രാസൈക്കിൾ ഒരു ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് ആണ്. ഇതുപോലെ തന്നെ സിമിലർ ആയിട്ടൊരു മെക്കാനിസം ഒക്കെ വരുന്നതാണ് ക്ലോറാംഫെനിക്കോളിന്. ക്ലോറാംഫെനിക്കോൾ എന്ന് പറയുമ്പോൾ ഉള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെട്രാസൈക്കിൾ എന്ന് പറയുമ്പോഴത്തേക്കും 30 years റൈബോസോമിലായിരിക്കും ഇവർ ബൈൻഡ് ചെയ്യുന്നത്. വേറെസ് ക്ലോറാംഫെനിക്കോൾ ആണെങ്കിൽ 50 years റൈബോസോമിലാണ് ബൈൻഡ് ചെയ്തത്. പിന്നെ മെക്കാനിസത്തിലുള്ള ഡിഫറൻസ് ബാക്കിയെല്ലാം ഒരു ഡ്രഗ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ യൂസും അതുപോലെ തന്നെ യൂസ് എന്ന് പറയുമ്പോൾ ക്ലോറാംഫെനിക്കോളൊക്കെ ആണെങ്കിൽ ടി വിയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ടെട്രാസൈക്ലിൻ അങ്ങനെ അത്രയും യൂസ് വരുന്നില്ല. ബിക്കോസ് ടെട്രാസൈക്ലിന് ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ കുറയ്ക്കാൻ ബാക്ടീരിയാസ് ഗ്രാം പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാമെങ്കിലും കുറേ ബാക്ടീരിയാസൊക്കെ ഇതിനോട് റെസിസ്റ്റൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ടെട്രാസൈക്ലിൻ്റെ യൂസ് ലിമിറ്റഡ് ആണ് ദാൻ ക്ലോറാംഫെനിക്കോൾ. സോ ക്ലോറാംഫെനിക്കോൾ എന്ന് പറയുന്നതും ഒരു ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് ആണ്. ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ വരുമ്പം ക്ലോറാംഫെനിക്കോൾ വിൽ ബൈൻഡ് ടു 50 years റൈബോസോമൽ സബ് യൂണിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ ടെട്രാസൈക്ലിൻ ആണെങ്കിൽ ദേ വിൽ ബൈൻഡ് ടു 30 years റൈബോസോമൽ സബ് യൂണിറ്റിനോടാണെങ്കിൽ ക്ലോറാംഫെനിക്കോൾ വിൽ ബൈൻഡ് ടു 50 years റൈബോസോമൽ സബ് യൂണിറ്റ് ആൻഡ് ദേ വിൽ ഇൻഹിബിറ്റ് ദി പ്രോട്ടീൻ സിന്തസിസ് ആൻഡ് ദേ ആർ ഹാവിങ് എ ബാക്ടീരിയോസ്റ്റാറ്റിക് ഇഫക്റ്റ്. Okay, so chloramphenicol will bind to 50 years ribosomal subunit and they will inhibit the protein synthesis resulting in bacteriostatic effect. Now resistance. റെസിസ്റ്റൻസിൻ്റെ കേസിൽ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി ക്ലോറാംഫെനിക്കോൾ റെസിസ്റ്റൻസ് ആണ് പറയുന്നത്. ക്ലോറാംഫെനിക്കോൾ റെസിസ്റ്റൻസ് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഇനാക്ടിവേറ്റിംഗ് എൻസൈംസ്. ദേ പ്രൊഡ്യൂസസ് ദി ഇനാക്ടിവേറ്റിംഗ് എൻസൈംസ്. ഈ ക്ലോറാംഫെനിക്കോളിന് ഇനാക്ടിവേറ്റിംഗ് എൻസൈംസ്. And also they decreases the permeability of the microorganisms to antibiotic. ആൻറ്റിബയോട്ടിക്കിനോട് പെർമിയബിലിറ്റി കുറച്ച് എന്ത് പറ്റും? ഈ ആൻറ്റിബയോട്ടിക്സ് ബാക്ടീരിയയുടെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നില്ലല്ലോ, അങ്ങനെ അവരെ ഡിസ്ട്രോയ് ചെയ്യുന്നില്ല. റൈബോസോമൽ ഇൻസെൻസിറ്റിവിറ്റി. These are the resistance. This is how these bacteria will exhibit resistance against chloramphenicol. Then pharmacokinetics എന്ന് പറയുമ്പോഴത്തേക്കും ദിസ് ക്ലോറാംഫെനിക്കോൾ ഈസ് അബ്സോർബ്ഡ് ത്രൂ ദി കട്ടിലൂടെയാണ് ഇവരെ അബ്സോർബ് ചെയ്യുന്നത്. ആൻഡ് ദേ എൻ്റർ ദി ലിവർ ഫോർ മെറ്റബോളിസത്തിനോട് ലിവറിൽ എൻ്റർ ചെയ്യും. ആൻഡ് മെറ്റബോളിസം എന്ന് പറയുമ്പോൾ എന്താ? ദേ അണ്ടർഗോ റിഡക്ഷൻ ആൻഡ് ഗ്ലൂക്കോയുറോണൈഡ് കോൺജുഗേഷൻ നടക്കും. ഇവിടെ റിഡക്ഷൻ ഗ്ലൂക്കോയുറോണൈഡ് കോൺജുഗേഷൻ നടക്കും ലിവറിൽ. ആൻഡ് ആർ എക്സ്ക്രീറ്റഡ് ത്രൂ ദി കിഡ്നി, എക്സ്ക്രീറ്റഡ് ഇൻ യൂറിൻ. ഓക്കെ, സോ ഫാർമക്കോകൈനറ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താ? ദേ ആർ അബ്സോർബ്ഡ് ഫ്രം ദി ഗട്ട്, metabolized in the liver and excreted in the urine. Then ADR എന്ന് പറയുന്നത് adverse drug reaction. adverse drug reactionൽ പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ GI ഡിസ്റ്റർബൻസിലാണെങ്കിലോ ആസ് ദേ ആർ അബ്സോർബ്ഡ് ത്രൂ GIT, ദാറ്റ് ഈസ് ഗട്ടിലൂടെയാണ് അത് അബ്സോർബ് ചെയ്യുന്നു എന്ന് പറഞ്ഞത് സ്ഥിതിക്ക് ADR നമുക്ക് ആദ്യം GI ഡിസ്റ്റർബൻസ് പറയാം. GI ഡിസ്റ്റർബൻസ് ഇറിറ്റേഷൻസ് ഉണ്ടാക്കുമല്ലോ. ഇറ്റ് കോസസ് nausea, vomiting ആൻഡ് ഡയേറിയ. ദെൻ ബോൺ മാരോ ഡിപ്രഷൻ ഉണ്ടാക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഡോസ് ഡിപ്പെൻഡൻ്റ് ആണ്. അനീമിയ, ല്യൂക്കോപീനിയ, ത്രോംബോസൈറ്റോപീനിയ ആൻഡ് ഇഡിയോസിൻക്രേറ്റിക് റെസ്പോൺസ് റിസൾട്ടിങ് ഇൻ ഇപ്ലാസ്റ്റിക് അനീമിയ. സോ ബോൺ മാരോ ഡിപ്രഷൻസ് ഉണ്ടാക്കുന്നുണ്ട് ക്ലോറാംഫെനിക്കോൾ. അത് ഡോസ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ബോൺ മാരോ ഡിപ്രഷൻസ് ആണ് ഉണ്ടാക്കുന്നത്. ദെൻ ഗ്രേ ബേബി സിൻഡ്രോം എന്ന് പറയുമ്പോൾ എന്താ? ഇറ്റ് ഈസ് ദി വോമിറ്റിംഗ്, റിഫ്യൂസൽ ഓഫ് ഫീഡ്, hypothermia, abdominal distension and metabolic acidosis and Asian green cyanosis ഉണ്ടാവും ബേബിക്ക് എന്തൊക്കെ ഉണ്ടാവും? വോമിറ്റിംഗ്, റിഫ്യൂസൽ ഓഫ് ഫീഡ്, hypothermia, abdominal distension, metabolic acidosis and Asian grey cyanosis. And thus it is fatal for the baby. ഇതാണ് ADR, ഗ്രേ ബേബി സിൻഡ്രോം. ഇതുകൂടാതെ ക്ലോറാംഫെനിക്കോൾ ഈസ് ഹാവിങ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ, റാഷ്, ഫീവർ പോലുള്ള ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് ഇവരുണ്ടാക്കുന്നുണ്ട്. കൂടാതെ സൂപ്പർ ഇൻഫെക്ഷൻസും ഇവരുണ്ടാക്കുന്നുണ്ട്. ദെൻ ഡ്രഗ് ഇൻട്രാക്ഷൻസ് നോക്കുമ്പോഴത്തേക്കും ദി ക്ലോറാംഫെനിക്കോൾ വിൽ ഇൻഹിബിറ്റ് ദി ഹെപ്പാറ്റിക് മൈക്രോസോമൽ എൻസൈംസ് ആൻഡ് ദെയർബൈ പ്രൊലോങ് ഹാഫ് ലൈഫ് ഓഫ് ദി ഡ്രഗ് മെറ്റബോളൈസ്ഡ് ബൈ ദി സിസ്റ്റം. സോ ക്ലോറാംഫെനിക്കോൾ വിൽ ഇൻഹിബിറ്റ് ദി മെറ്റബോളിക് microsomal enzyme will inhibit ചെയ്യുന്നതുകൊണ്ട് തന്നെ thereby they will prolong the half-life of the drug metabolized by this system. And the drugs like phenytoin, warfarin, tolbutamide and dicumarol, these are the drugs. drug interaction ചോദിക്കുന്ന ഡ്രഗ്സ് ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാമല്ലോ, വാട്ട് ഇസ് റാഷണൽ അല്ലെങ്കിൽ അങ്ങനെ ഡ്രഗ് ഇൻട്രാക്ഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അപ്പോൾ അതിൽ ചോദിക്കും ക്ലോറാംഫെനിക്കോൾ വിൽ ഇൻഹിബിറ്റ് ഹെപ്പാറ്റിക് മൈക്രോസോമൽ എൻസൈംസ് ആൻഡ്
Thereby മൈക്രോസോമൽ എൻസൈംസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ മൈക്രോസോമൽ എൻസൈം ഇൻഡ്യൂസേഴ്സ് ആയിട്ടുള്ള ഡ്രഗ് കൊടുക്കാൻ പറ്റില്ല. സോ ദീസ് ഇൻക്ലൂഡ്സ് ഫിനൈറ്റോയിൻ, വാർഫാരിൻ, ടോൾബ്യൂട്ടമൈഡ് ആൻഡ് ഡൈക്യൂമിൻ. ഈ മൈക്രോസോമൽ എൻസൈം ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി, അതായത് ഇതിനോട് ബൈൻഡ് ചെയ്യാൻ വേണ്ട എൻസൈംസ് ഈ ചില ഡ്രഗ്സിനൊക്കെ ആവശ്യം വരും, മൈക്രോസോമൽ എൻസൈമിനോടുള്ള ബൈൻഡിങ്. സോ അങ്ങനെ ബൈൻഡിങ്ങിന് വേണ്ട ഡ്രഗ്സിനെ ഇവരെന്ത് ചെയ്യും, ഇൻഹിബിറ്റ് ചെയ്യും. ദെൻ യൂസസ് ഓഫ് ക്ലോറാംഫെനിക്കോൾ. They are used in typhoid fever, bacterial meningitis, anaerobic infection. So, the chloramphenicals are used in typhoid fever, bacterial meningitis, anaerobic infections. Anaerobic infection ആണെങ്കിൽ chloramphenicol കൂടെ penicillinum and aminoglycosides are used. Then in rickettsial infection, ear and eye infections, what are the brain abscess due to അൺഎറോബിക് റെസ്പോൺസ് ടു സർജിക്കൽ ഡ്രെയിനിങ്. സോ സർജിക്കൽ ഡ്രെയിനിങ്ങിനോടുള്ള അൺഎറോബിക് റെസ്പോൺസ് കൊണ്ടുണ്ടാവുന്ന ബ്രെയിൻ ആക്സിസ് വരെ ക്ലോറാംഫെനിക്കോൾ ഉണ്ടാക്കുന്നുണ്ട്. ദെൻ TIGE cycline, that is tigecycline. It is a broad antibacterial spectrum including many methicillin and vancomycin resistant strains of Staphylococcus, Streptococci, multi-drug resistant Enterococci, that is Streptococcal pneumoniae, anaerobic and anaerobes, Enterobacteriaceae, Mycobacteria, Rickettsia, Chlamydia and Legionella. So, tigecycline is thus effective against many gram-positive and gram-negative aerobes and anaerobes that are resistant to tetracycline. So, tetracycline resistant ആയിട്ടുള്ള many gram-positive and gram-negative ആയിട്ടുള്ള aerobesനോടും anaerobesനോടും ഒക്കെ effective ആണ് tigecycline. Okay. Then tigecycline is given only by the parenteral route, that is IV, initial dose of 100 mg followed by 50 mg daily, twice daily, and they are excreted. They will penetrate and distribute into the cell and tissues are very good, but it is excreted through the gut. And if renal dysfunction ഉള്ളവർക്ക് ഇത് കൊടുക്കാൻ പറ്റും നോർമൽ ഡോസിൽ. വൈ? ബിക്കോസ് ദേ ആർ എക്സ്ക്രീറ്റഡ് ത്രൂ ദി ഗട്ട്, കിഡ്നിയിലെല്ലാം എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. And tigecycline causes nausea, vomiting apart from the other ADR of the tetracycline. It is well tolerated. Then uses in the care. It is used as an alternative in life-threatening infections due to drug-resistant microorganisms and nosocomial pathogens, including skin and skin structure infections, intra-abdominal infections and pneumonia. എന്തൊക്കെ ക്ലോറാംഫെനിക്കോളിൽ പറഞ്ഞത്? ക്ലോറാംഫെനിക്കോളിൽ നമ്മൾ ഫസ്റ്റ് ആണ് മെക്കാനിസം ഓഫ് ആക്ഷൻ ആയിരുന്നു. മെക്കാനിസം ഓഫ് ആക്ഷൻ ടെട്രാസൈക്ലിൻ എന്തിനോടാണ് ബൈൻഡ് ചെയ്യുന്നത്? 30 years റൈബോസോമൽ സബ് യൂണിറ്റിനോടാണെങ്കിൽ ഈ ക്ലോറാംഫെനിക്കോളിൽ അത് 50 years റൈബോസോമൽ സബ് യൂണിറ്റിനോടാണ് ബൈൻഡ് ചെയ്യുന്നത്. സോ തിരിഞ്ഞു പോകരുത്. ക്ലോറാംഫെനിക്കോൾ എന്ന് പറയുമ്പോൾ 50 years ടെട്രാസൈക്ലിൻ ടെട്ര എന്ന് പറയുമ്പോൾ 3 എന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ TT, സോ 30. വേറെ ക്ലോറാംഫെനിക്കോൾ എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും 50 years റൈബോസോമൽ സബ് യൂണിറ്റിനോടായിരിക്കും അത് ബൈൻഡ് ചെയ്യുന്നത്. ആൻഡ് ദേ വിൽ ഇൻഹിബിറ്റ് ദി പ്രോട്ടീൻ സിന്തസിസ്. രണ്ടുപേരും സെയിം ആണ്, പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിറ്റ് ചെയ്യും. രണ്ടുപേരും ബാക്ടീരിയോസ്റ്റാറ്റിക് ആണ്. ദെൻ റെസിസ്റ്റൻസിൻ്റെ കേസ് എടുക്കുമ്പോൾ രണ്ടും സിമിലർ റെസിസ്റ്റൻസ് തന്നെയാണ്. ഏതത് ഇനാക്ടിവേറ്റിംഗ് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഡിക്രീസസ് ദ പെർമിയബിലിറ്റി ഓഫ് മൈക്രോ ഓർഗാനിസംസ് ടു ദി ആൻറ്റിബയോട്ടിക്സ്, അല്ലെങ്കിൽ ദേ പ്രൊഡ്യൂസ് റൈബോസോമൽ ഇൻസെൻസിറ്റിവിറ്റി. ഓക്കെ, ദെൻ ഫാർമക്കോകൈനറ്റിക്സ് എടുക്കുമ്പോഴത്തേക്കും ഇതിൽ ഡിഫറൻസ് ഉണ്ട് ടെട്രാസൈക്ലിനുമായിട്ട്. ഹിയർ ദി ക്ലോറാംഫെനിക്കോൾ ഈസ് അബ്സോർബ്ഡ് ത്രൂ ദി ഗട്ട്, മെറ്റബോളൈസ്ഡ് ഇൻ ദി ലിവർ ആൻഡ് എക്സ്ക്രീറ്റഡ് ഇൻ ദി യൂറിൻ. ADRൽ നല്ല ഡിഫറൻസ് വരുന്നുണ്ട് ടെട്രാസൈക്ലിനുമായിട്ട്. ഹിയർ GI ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാം, പിന്നെ ബോൺ മാരോ ഡിപ്രഷൻ ഉണ്ടാക്കാം. ഗ്രേ ബേബി സിൻഡ്രം, അതിനകത്ത് ഒരു ഓർത്ത് വെക്കേണ്ട ADR ആണ് ഗ്രേ ബേബി സിൻഡ്രം. ദെൻ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആൻഡ് സൂപ്പർ ഇൻഫെക്ഷൻ. ഡ്രഗ് ഇൻട്രാക്ഷൻ പറഞ്ഞിരുന്നു. ഡ്രഗ് ഇൻട്രാക്ഷൻ എന്തുകൊണ്ടാണ്? മൈക്രോസോമൽ എൻസൈമിനെ ഇവർ ഇൻഹിബിറ്റ് ചെയ്യും. സോ മൈക്രോസോമൽ എൻസൈം വേണ്ട ഡ്രഗ്സ് വിച്ച് ഈസ് ബൈൻഡിങ് ടു ദി വിച്ച് റിക്വയർ മൈക്രോസോമൽ എൻസൈം ഫോർ ദെയർ എക്സ്ക്രീഷൻ എന്ത് ചെയ്യും? അവരുടെ ടോക്സിസിറ്റി വരാൻ ചാൻസ് ഉണ്ടല്ലേ. സോ അവരുടെ ഡ്രഗ് ഇൻട്രാക്ഷൻ ഉണ്ട്. ഡ്രഗ് ഇൻക്ലൂഡ്സ് ഫിനൈറ്റോയിൻ, വാർഫാരിൻ, ടോൾബ്യൂട്ടമൈഡ്, ഡൈക്കോഇമറോൾ. ഇതിൻ്റെ യൂസസ് എന്ന് പറയുമ്പം ടൈഫോയിഡൽ ഫീവർ, ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ്, anaerobic infections like chloramphenicol, penicillin and aminoglycosides. Rickettsial infections ഉണ്ടാക്കുന്നുണ്ട്, ear and eye infection, brain abscess, etc.